ബ്ലാക്ക് റോക്ക് ആണ് ഗൈസ്. ബ്ലാക്ക് റോക്ക്. ഓ എന്റെ മോനെ, മെറ്റേനാണെങ്കിൽ ബ്ലാക്ക് റോക്ക് ഹോൾസ് നിയർലി 166 മില്യൺ ഷെയർസ് വാല്യൂഡ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 122 ബില്യൺ. 122 ബില്യൺ ആക്ച്വലി മെറ്റയിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ ആമസോണിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് 156 ബില്യൺ, അതായത് 712 മില്യൺ ഷെയർസ്. ഓക്കെ, അതിനാണ് 156 ബില്യൺ. അടുത്തെന്ന് പറയുന്ന ആപ്പിളിലാണ് 235 ബില്യൺ, അതായത് 1.1 ബില്യൺ ഷെയർസ് ആണ് ആപ്പിളിന്റെ അവരുടെ ടാക്സ് ഉള്ളത് ബ്ലാക്ക് റോക്കിന്റെ അടുത്ത്. പിന്നെ അടുത്ത മൈക്രോസോഫ്റ്റിന്റെ ആണ് 290 ബില്യൺ, ഏകദേശം 581 മില്യൺ ഷെയർസ് മൈക്രോസോഫ്റ്റിന്റെ അടുത്തുള്ളത് ബ്ലാക്ക് റോക്ക് ചേട്ടന്മാരുടെ അടുത്താണ്. ബ്ലാക്ക് റോക്ക് ചേട്ടന്മാർ. പിന്നെ അടുത്തെന്ന് പറയുന്നത് എൻവിഡിയയിൽ 301 ബില്യൺ, 1.9 ബില്യൺ ഷെയർസ് ആണ് എൻവിഡിയന്റെ അവരുടെ കയ്യിലുള്ളത്. 301 ബില്യൺ. ബ്ലാക്ക് റോക്കിന്റെ കളി എന്ന് വിചാരിച്ചു നോക്കും. അതായത് ഏറ്റവും വാല്യുവേഷൻ ഉള്ള മെജോറിറ്റി ഓഫ് ഒരു 5 ടെക് കമ്പനീന്റെ ഇത് പൈസ ഉള്ളത് ഇവരുടെ അടുത്താണ്, ബ്ലാക്ക് റോക്കിന്റെ അടുത്താണ്. അത് ഓർത്തുകൊണ്ട് 1 ട്രില്യൺ ഇവരുടെ അടുത്തുണ്ട്. ഈ ഒരു ഓർത്തു 5 മേജർ ആമസോണ്, മെറ്റ, പിന്നെ എൻവിഡിയ, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആപ്പിള്, ഇതിന്റെ എല്ലാ ഷെയർസ് ആക്ച്വലി ഇവരുടെ അടുത്ത്. ആൽഫബറ്റിന്റെ മാത്രം ഇപ്പൊ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇത്ര വലിയൊരു 100 ബില്യന്റെ മുകളിൽ ഉണ്ടാവോ? അല്ല, ഉണ്ടാവുമായിരിക്കും എങ്ങനെയാണെങ്കിൽ ആൽഫബറ്റിന്റെ. എന്റെ മോനെ, ബ്ലാക്ക് റോക്കിനെ കൊണ്ട് ഒന്ന് വിചാരിച്ച് ഈ കമ്പനികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു. ബട്ട് ഇതിന്റെ എല്ലാം ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആരാണ്? ഇതിന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യും, അസറ്റ് മാനേജ് ചെയ്യുന്ന ആരാണ്? ബ്ലാക്ക് റോക്ക്. അതാണ് ആരും അറിയുന്നില്ല ബ്ലാക്ക് റോക്ക്.